അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ തന്നെ വന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി അല്ലേ. കൊച്ചി ഷോറൂമിൽ നിന്നൊരു വ്ളോഗ്. കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാണ്ട് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ലാൻഡ് റോവറിൻ്റെ ഷോറൂമിൽ പോയ പോലെ തന്നെ നമ്മുടെ ഷോറൂമിലും എല്ലാ കാറ്റഗറി ഉണ്ട്. അതായത് റേഞ്ച് റോവറിൻ്റെ വെലാറ്, റേഞ്ച് റോവറിൻ്റെ സ്പോട്ട്, ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ, ഇനി റേഞ്ച് റോവറിൻ്റെ ഇവോക്ക് താഴെയുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഷോറൂമിൽ കയറണുള്ളൂ. അപ്പം ഇത്തരം വാഹനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഇന്നൊരു റയർ സാധനം കാണിച്ചു തരാം. അധിക വണ്ടികൾ ആരും കണ്ടുക്കൂല. സഫാരി കാർസിന്റെ കളക്ഷനിൽ ചിലപ്പോൾ ഈ വണ്ടി ആദ്യമായിട്ടാണ് കുറവാണെന്നല്ല. അതെ, അതായത് GLB അല്ലേ, കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് വണ്ടിയാണ്. 2022 മോഡൽ 23 രജിസ്ട്രേഷൻ ആകെ 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതിപ്പോ ബെൻസിൽ ഇപ്പോൾ 7 സീറ്റർ വാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു GLS വേണം, അല്ലെങ്കിൽ ആ ഒരു SUV കാറ്റഗറിക്ക് പോകണം, ഹൈ എൻഡിക്ക് പോകണം. ഇതിപ്പോ ഒരു നമുക്ക് ഒരു GLC അല്ലെങ്കിൽ BMW ഒരു X5 ആ ഒരു കാറ്റഗറിക്കൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ വാഹനമാണ് GLB യൂണിറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ. അതായത് ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ ഞാൻ പറഞ്ഞേ ഒരു കുട്ടി GLS ആണ് അല്ലേ. ഇത് പെട്ടെന്ന് കണ്ട ഒരു GLS ആണ് നിങ്ങൾക്ക് തോന്നും. ഒരു കുട്ടി GLS അടിപൊളി ലുക്ക് ഉണ്ട് അല്ലേ. തീർച്ചയായിട്ടും ആ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത GLSന്റെ ബാക്കത്തെ സെയിം ഉരുളിച്ചൊക്കെ വരുന്നുണ്ട്. ഫെസിലിറ്റി ഉണ്ട്. ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല പുതുപുത്തൻ കണ്ടീഷനിൽ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. പുറത്തൊക്കെ ഈ ഒരു വാഹനം ഒരുപാടുണ്ട് കേട്ടോ. ദുബായിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. കേരളത്തിൽ വളരെ കമ്മിയാണ്. ഇലക്ട്രിക്കൽ വാഹനം വന്ന് തുടങ്ങി. അത് കുറച്ച് വാഹനങ്ങൾ പക്ഷെ അതൊക്കെ കംപ്ലീറ്റ് CBO ആണ്. ഇതിപ്പോ നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും? 2022-23 അണ്ടർ വാറണ്ടിയിൽ വെഹിക്കിൾ 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇത് നമുക്ക് ഇവിടെ ആസ്കിംഗ് റേറ്റ് 57 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഓൺ റോഡ് നല്ല പ്രൈസ് വരുന്ന വണ്ടി കേട്ടോ. ഓൺ റോഡ് വന്ന് ഇപ്പൊ വണ്ടികൾ കിട്ടാല്ല. അപ്പൊ വണ്ടി GLB ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറവാണ്. ഓൺ റോഡ് എത്ര വില വന്നിരുന്ന വണ്ടി? ഏകദേശം 80 രൂപന്റെ അടുത്ത് വില വന്നിരുന്ന വണ്ടിയാണ്. അതായത് ഇത് റയർ സാധനമാണ്. ആവശ്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അതേപോലെ ഓഡിന്റെ Q7 ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചോ? കഴിഞ്ഞ വീഡിയോ എടുത്തിട്ടില്ലല്ലേ നമ്മള്. വീഡിയോ എടുക്കാൻ പറ്റില്ല, അതാണ് ഇപ്പൊ പ്രശ്നം. അതിന് സമയം കിട്ടുന്നില്ല അല്ലേ. സംഭവം എല്ലാ ദിവസവും വ്ളോഗ് എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. എല്ലാവരും വരുന്നതിലൊക്കെ പറയും നിങ്ങൾ വീഡിയോ ഒന്നും, അതായത് നമ്മളെ വണ്ടിന്റെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വണ്ടിന്റെ വില അറിയാൻ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നേരിട്ട് കണ്ടാ പറയുന്നതാണോ എന്നും വീഡിയോ ഇടി എന്തെങ്കിലും രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങും. പിന്നെ നമ്മൾ കസ്റ്റമർ ബിസിനസ് അങ്ങനെ പോകും. അപ്പൊ ഓഡി Q7 പറഞ്ഞാല് പുതിയൊരു വാഹനം ഷോറൂമിൽ ഇപ്പൊ നിലവിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 130 ആണ്. 1,30 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഇത് വെറും 8 മാസം ബാക്കിലെ വാഹനം. 25 മോഡൽ 26 രജിസ്ട്രേഷൻ. അത് 2026 7 മാസം രജിസ്ട്രേഷൻ ചെയ്ത വാഹനം. അതായത് ഒരു കൊല്ലത്തിന്റെ അടുത്ത് ആവുന്നുള്ളൂ. ചെറിയ പാക്കുള്ള വണ്ടിക്ക് ഒരു 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. 8,000 കിലോമീറ്റർ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. അതൊരു പുതിയ വണ്ടി തന്നെ. ഓടിയില് 7 സീറ്റർ വാഹനം വേണമെന്നുണ്ടെങ്കിൽ Q7 മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഷേപ്പ് പുതിയ ഷേപ്പ് മാറിയപ്പോ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട മോഡലാണ്. പക്ഷെ ഒരു മാസ് ലുക്കൊക്കെ പഴയതാണ് അല്ലേ. ഫസ്റ്റ് ജനറേഷൻ 10 മുതൽ 2015 വരെ ബൾക്കി ഫീൽ. അതായത് ഇപ്പത്തെ ഡിഫൻഡർ ഇല്ലേ, ഇപ്പൊ ഒരു ട്രെൻഡിലുണ്ടല്ലോ ഡിഫൻഡർ, അതേപോലെ ഒരു കാലഘട്ടത്തിൽ Q7 എല്ലാ സിനിമാ നടന്മാരും എല്ലാ സെലിബ്രിറ്റികളും എടുത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമായിരുന്നു Q7 അല്ലേ. Q7 3 ലിറ്റർ ഡീസൽ എഞ്ചിന്റെ പെർഫോമൻസും ആ ഒരു കംഫർട്ടും ഇപ്പോഴും അതിന് ഫാൻസ് അധികം അത്യാവശ്യം ആൾക്കാരുണ്ട്. Q7 കോമ്പറ്റേറ്റർ ആയിട്ട് വരുന്നത് ബെൻസിന്റെ GLS ആണ്. പക്ഷേ ഈ Q7 യാത്ര ചെയ്യണ കംഫർട്ടോ GLS കുറ്റം പറയില്ല. GLS നമ്മളെ സ്വന്തമാണ്. പക്ഷെ ഇത് യാത്രയുടെ ഒരു കംഫർട്ട് ചിലപ്പോ GLS യാത്ര കംഫർട്ട് ഞാൻ വിട്ടിട്ടില്ല. GLSന് തൊടാനായിട്ടില്ല. കാരണം GLSന്റെ കംഫർട്ട് ഒരു SUV എനിക്ക് തോന്നിയത് റേഞ്ച് റോവർ വോഗിലൊക്കെയാണ്. അത് GLSന്റെ മേബാക്ക് പോയി കഴിഞ്ഞാല് അത് അവിടെ ഇരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അത്ര ഒരു ഹൈറ്റ് ഇല്ലല്ലോ വണ്ടി. അതെ. ഒരു സെഡാൻ കാറിൽ യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടാണ്. SUV ആണ്. ഓഡി Q7 ഒരു രക്ഷയില്ല. ഇത് പക്ഷെ 1,30 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ GLSന് അതിൻ്റെതായ വിലയുണ്ട്. 1,80 ലക്ഷം രൂപന്റെ അടുത്ത് വില വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കമ്പയർ ചെയ്യാം. പിന്നെ BMW X7 ആയിട്ട് കമ്പയർ ചെയ്യാം. X7 വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. ഓരോ വണ്ടിക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട് അല്ലേ. ചിലപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചാണ് ആ വണ്ടി സെറ്റ് ആവുക.
എനിക്ക് സെറ്റാണ് വണ്ടി ചിലപ്പോൾ അസിമോന് സെറ്റായിന്ന് വരില്ല, അസിമോന് സെറ്റാണ് വണ്ടി ചിലപ്പോൾ സൽമാന് സെറ്റായിന്ന് വരില്ല. ഞാനിപ്പോ ഈ SUV ഈ 7 സീറ്റർ കാറ്റഗറിയിൽ ഇപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ X7, GLS, Q7, വോൾവോ XC90 ഈ ഒരു കാറ്റഗറിയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു Q7 എന്തുകൊണ്ട് എടുക്കാന്ന് ചോദിച്ചാൽ പറയാം, ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇത്ര മോഡൽ കൂടിയ വാഹനം, ഈ ഒരു കിലോമീറ്ററിന് വാഹനം GLS കിട്ടൂല, XC90 കിട്ടൂല, പിന്നെ X7 കിട്ടൂല. ഇതൊക്കെ 1 CR എബോ വരും. ഇതിപ്പോ എത്ര പ്രൈസ്? ഇതിപ്പോ നമ്മൾ ആസ്കിംഗ് റേറ്റ് 84 lakhs ആണ്. ഇപ്പൊ പറഞ്ഞതില് ഏറ്റവും വലിയ പോയിന്റ് ആണ് അത്. 8000 കിലോമീറ്റർ ഓടിയ ഈ മോഡലില്ല വണ്ടി ഈ ഇവരെ കോമ്പറ്റീറ്റർ ഒരിക്കലും നമുക്ക് കിട്ടൂല. അപ്പൊ ഈ ഒരു പ്രൈസിൽ ഒരു പുതുപുത്ത വണ്ടിയാവും ചെയ്തു. പെട്രോൾ V6 എഞ്ചിന്റെ വണ്ടി, ഓടിക്കാൻ നല്ല പെർഫോമൻസ് ആയിരിക്കും. ചെറിയ മറ്റേ ഈ NRI കസ്റ്റമേഴ്സിനൊക്കെ ചെറിയ ഹോട്ടൽ ആളുകൾക്കൊക്കെ പറ്റിയ വാഹനമാണ്, ബെറ്റർ ഓപ്ഷനാണ്. ഈ വണ്ടിന്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കട്ടോ. ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ്, ബാക്ക് സൈഡും ബാക്ക് പ്രൊഫൈലും അത്യാവശ്യം നല്ല നീളം വരുന്ന വണ്ടി കേട്ടോ. വാറന്റി ഡിസംബർ വരെയാണ് വരുന്നത്. ഡിസംബർ വരെ ഉണ്ട്, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 1,40,000 രൂപ കൊടുത്ത് 2 വർഷത്തിന് കൂടെ നമുക്ക് വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ അടുത്ത X1 മറ്റേ ഒരു SUV കാറ്റഗറിയിൽ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയൊരു വാഹനം. പണ്ട് X1 എന്ന് പറയുമ്പോൾ ഒരു സടാ വണ്ടികളെ മാറി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ, നമുക്ക് സഫാരി കാർസിലോട്ട് കുറച്ച് അധികം വാഹനങ്ങൾ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ വാഹനങ്ങൾ സെല് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ സഫാരി കാർസിന്റെ ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ സെൽ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഫോട്ടോസും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ പാർക്ക് ആൻഡ് സെയിൽ നിങ്ങളെ വണ്ടി വിറ്റ് തരാനോ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളെ വണ്ടി സെയിൽ ചെയ്യാണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെക്കാരൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ നമ്മളെ ആപ്പിലോ രജിസ്റ്റർ ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. ഇനി X1 ഡീറ്റെയിൽസ് 2024 മോഡലില് 30 സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി X1 M സ്പോർട്ട് പെട്രോൾ. M സ്പോർട്ട് പെട്രോൾ പോയിന്റ് ഉണ്ട്. M സ്പോർട്ട് പെട്രോൾ ആണ്. പിന്നെ 2024 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആസ്കിംഗ് റേറ്റ് വരുന്നത് നമുക്ക് ഒരു 48.5 ആണ്. മോഡൽ ഒന്നും കൂടെ പറയും, 2024 മോഡൽ. കിലോമീറ്റർ 30,000 കിലോമീറ്റർ അണ്ടർ വാറണ്ടി. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാലേ ഇങ്ങനെ വരിക, കണ്ണും വീട്ടി വണ്ടിച്ചു വേണമെന്ന് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു അല്ലേ. വണ്ടിക്ക് ഒരു ടെൻഷനും വേണ്ട, എല്ലാവിധ ഞങ്ങളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ലേ വണ്ടികളാണ്. ഇനി നമുക്ക് അടുത്തൊരു നിര തന്നെ കാണിക്കാണ്ട് റോഡിലൊക്കെ നോക്കുന്ന ആളുകൾക്ക് വെളാറൊക്കെ ബ്ലാക്കിൽ മാർക്കറ്റിൽ വളരെ ഡിമാൻഡിലുണ്ട്. അത് 19,000 കിലോമീറ്റർ 2023 മോഡലില് അണ്ടർ വാറണ്ടിയിലുള്ള വെഹിക്കിള്. 23 മോഡല് 19,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പില് 19,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നല്ല ഫാൻസി നമ്പറൊക്കെ ഉള്ളതാണ്. നമ്മൾ ആസ്കിംഗ് റേറ്റ് 82.5 ആണ്. നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് കുറെ ആൾക്കാർ പറയലുണ്ട് ഓണർഷിപ്പ് കൂടിയ വലിയ പ്രശ്നമാണ്. സത്യത്തിൽ ഓണർഷിപ്പ് കൂടിയെന്ന് കരുതിയിട്ട് വണ്ടിക്ക് ഒരു പ്രശ്നമല്ല. ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടില്ല 8,000 കിലോമീറ്റർ 9,000 കിലോമീറ്റർ നമ്മൾ ഇവിടുന്ന് 2,000 കിലോമീറ്റർ ഓടി വണ്ടിയൊക്കെ സെല് ചെയ്തിട്ടുണ്ട്. ഓരോ കസ്റ്റമർ എടുത്ത് 1,000-2,000 കിലോമീറ്റർ ഓടുമ്പോൾ അല്ലെങ്കിൽ ഒരു മറ്റു വണ്ടിക്ക് അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സാമ്പത്തികത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാരണം സെയിൽ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ കംഫർട്ട് തോന്നിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ യാത്ര ചെയ്യേണ്ട ആൾക്കാരെ എടുത്തേക്കുക, വണ്ടി ഡ്രൈവിംഗ് കംഫർട്ടില്ല വണ്ടിയേക്കാരം, അങ്ങനെയൊക്കെ സെല് ചെയ്യുന്നതാണ്. ഓണർഷിപ്പ് മാറിയെന്ന് കരുതിയിട്ട് വണ്ടിക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രശ്നമല്ല. ചിലപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഓണർഷിപ്പ് മാറി എഴുതിയിട്ട് 2-3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം വണ്ടിൻ്റെ മോഡലിനെയും പ്രൈസിനെയും അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി കിട്ടും ചെയ്യും. അത് ഇനിയിപ്പോൾ ഇതെടുക്കുന്ന ആൾ തേർഡ് ഓണർഷിപ്പ് ആയി. ഇനിയിപ്പോൾ ഏത് വണ്ടി ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ഓണർ എടുത്താലും സെക്കൻഡ് ഓണർക്ക് മാറി. ഇപ്പോൾ 2013, 14, 15 മോഡലിലൊക്കെ നമ്മൾ ഓണർഷിപ്പ് നോക്കിയിട്ടൊന്നും ഒരു കാര്യമല്ല. എന്തായാലും 10 വർഷമായ വണ്ടി ചിലപ്പോൾ 2-3 ഓണർ എന്തായാലും മാറിയിട്ടുണ്ടാവും. ഈ ഓണർഷിപ്പിൻ്റെ ഡൗട്ടേ എല്ലാവരും ചോദിക്കലുണ്ട്, അപ്പോൾ ഒന്ന് ജസ്റ്റ് കൂട്ടിച്ചേർത്താണ്. പിന്നെ റേഞ്ച് റോവർ സ്പോർട്ട് വെറും 50,000 കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പിന്നെ ഡിഫൻഡറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2025 മോഡലിൽ 12-ാം മാസം രജിസ്ട്രേഷനിൽ വന്ന വെറും 9,000 കിലോമീറ്റർ ഓടിയ പുതുപുത്തൻ വണ്ടി. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അല്ലേ. അത് നമ്മൾ 1-2 കച്ചവടം സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽസ് പറയാത്തത്. അതായത് കംപ്ലീറ്റ് റിവ്യൂ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, സെൽമ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേക്കാണ് ഈ വീഡിയോ വരിക. ഒന്നും പറയാൻ പറ്റില്ല, ഒക്കെ സൽമാന്റെ കയ്യിലാണ്. എസ് ക്ലാസ് അതർ സ്റ്റേറ്റ് ആണ് വാഹനം വരുന്നത്. രജിസ്ട്രേഷനിൽ 2018 മോഡലില് ഫേസ് ലിഫ്റ്റ് വന്ന വാഹനം. അതായത് 2016 ശേഷം വന്ന 17 ശേഷം വന്ന ഫേസ് ലിഫ്റ്റ്. 2018 മോഡൽ തേർഡ് ഓണർഷിപ്പ് ആണ് വാഹനം ഉള്ളത്. 49,000-50,000 കിലോമീറ്റർ ആയി. ഇതിപ്പോ ഒരു കേരള രജിസ്ട്രേഷനുള്ള ഒരു വാഹനം ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70 ലക്ഷം 65-70 ലക്ഷം രൂപ വരെ വില വരും. ഇതിപ്പോ നമുക്ക് ആസ്കിംഗ് റേറ്റ് വരുന്നത് ഇനിയാണ് ഓഫർ
44 ലക്ഷം രൂപ നമുക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റും. കൊടുക്കാൻ കഴിയും. ഈ ഒരു ബഡ്ജറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മോഡലില് അടിപൊളി എസ് ക്ലാസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിന്റെ ഫീച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ സിംഗിൾ വീഡിയോ എടുത്ത് കാണിക്കണം. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കട്ടോ. യാത്രക്ക് ഇതിനെ കഴിഞ്ഞിട്ടുള്ളൂ. അടിപൊളി. അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തി അല്ലേ? ഇവിടെ അടിപൊളി മുതലുകൾ വേറെയും കിടക്കുന്നുണ്ട് അല്ലേ? ഇന്നാൾ എന്നോട് ആലോചിച്ചു ഈ വണ്ടി ഏതാണ്? മെസ്റാട്ടി. അത് അധികം ഇവിടെ കാണാത്താണല്ലോ, റയർ സാധനമാണ്. ഇത് മുജീബ് ക നമ്മളെ പുതിയ ജോയിൻ ചെയ്താണ്, നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ പൊക്കി കൊടുക്കുന്നതാണ് അല്ലേ? നമ്മളെ പിന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ചേട്ടൻ അറിയോ? ചേട്ടൻ പരിചയപ്പെട്ടില്ലല്ലേ? നന്നായിട്ട് വ്ലോഗ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ആണ്, നല്ല ഭംഗിയില് വ്ലോഗ് ചെയ്തത്. അതെ, ഞാൻ 2-3 വ്ലോഗ്സ് കണ്ടു. നമ്മളെ നാട്ടിലെ പഴയ ആംബുലൻസിലൊക്കെ പോയിരുന്ന എല്ലാ കാര്യങ്ങളും KMCCയുടെ ഒരു പൊതുപ്രവർത്തകനാണ്. ആംബുലൻസിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ക്ഷമയും അതിന്റെ ഒരു പ്രവൃത്തി പരിചയം. അതെ 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 അതെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുതിയ ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടുത്തലുണ്ട്. മുജീബ് ഖാൻ ഈ വ്ലോഗ് കൂടി തന്നെ പരിചയപ്പെടാം. ഇപ്പൊ എത്ര ദിവസമായി ജോയിൻ ചെയ്തിട്ട്? ഞാനിപ്പോ ഒരു 20 ദിവസത്തോളമായി ജോയിൻ ചെയ്തിട്ട്. പക്ഷെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് കാലങ്ങളായിട്ട്, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അടുത്തടുത്ത ഷോറൂമിൽ തന്നെ എത്തി എന്നുള്ളതാണ്. ഞാൻ വീഡിയോയിൽ മാത്രം കണ്ടാണ്. പക്ഷെ ഇവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞപ്പോ അതിലേറെ ഒരു അഭിമാനം ജോലി കിട്ടിയില്. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാര് യുവാക്കളെല്ലാരും സഫാരി കാസിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പൊ എന്നെ പോലത്തെ ഒരു വ്യക്തിക്ക് ഇവിടെ ജോലി കിട്ടിയതിൽ ഞാൻ അഭിമാനമാണ് തോന്നുന്നത്. താങ്ക് യു. ഞങ്ങൾ മുന്നേ പരിചയപ്പെട്ടപ്പോഴും ഇതാക്കിയപ്പോഴൊന്നും നമ്മള് പടച്ചോന്റെ വിധികൾ എന്താ അറിയില്ലല്ലോ. മൂപ്പര് നമ്മളപ്പം ജോയിൻ ചെയ്യോ അല്ലേ ഒന്നും നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും മുജീബ് ക നമ്മളെ സാരഥിയായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. കൊച്ചി ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? അപ്പോൾ താങ്ക് യു. ഓക്കെ. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ വേക്കൻസികളൊന്ന് പരിചയപ്പെടുത്തിയാലോ? നമുക്ക് കൊച്ചി ഷോറൂമിലോട്ടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ഈ ലക്ഷറി കാസ് ഡീൽ ചെയ്ത് പരിചയമുള്ള ആളുകളാണ്. 2-3 പേരായി. പ്രോഡക്റ്റ് നോളേജ് വേണം. കസ്റ്റമർ ഹാൻഡ്ലിംഗ് നന്നായിട്ട് ചെയ്യണം. കസ്റ്റമറിനെ നീറ്റായിട്ട് പ്രോഡക്ട്സ് പറഞ്ഞു കൊടുക്കണം. അതായത് സെയിൽസ് മാനേജർ നമുക്ക് ആവശ്യമുണ്ട്. സെയിൽസ് മാനേജർ ഒരാൾ ആവശ്യമുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്ത നമ്പറിൽ നിങ്ങളെ CV അയക്കാം. ഞാൻ അതല്ലെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് വന്നാൽ ഇവിടെ ഇന്റർവ്യൂ എനി ടൈം. ഇപ്പൊ ആർക്കെങ്കിലും ഇന്റർവ്യൂവിന് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ള ആർക്കും എപ്പോ വേണമെങ്കിലും വാക്കിൻ ഇന്റർവ്യൂ ചെയ്യാം. വാക്കിൻ ഇന്റർവ്യൂ 10 മണി to 11 മണി അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കും അല്ലേ? രാവിലെ 10 മണി മുതൽ 11 മണി വരെ ചേട്ടൻ അവൈലബിലിറ്റി ഉണ്ടാവും. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാം. അതേപോലെ വെഹിക്കിൾ വാല്യുവേറ്റർ അല്ലേ? വെഹിക്കിൾ വാല്യൂ ചെയ്യാൻ പറ്റിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നിർബന്ധമാണ്. അതെ, ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട്. നമുക്ക് അത്ര പേര് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കും. ഞങ്ങൾ ഇനി ബ്രാഞ്ചസ് തുടങ്ങുന്നുണ്ട്. അതേപോലെ നിങ്ങൾ അക്കൗണ്ട്സുക്കും നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ഇതൊക്കെ വേക്കൻസികൾ ഉണ്ട്. ചിലപ്പോൾ ഞങ്ങളില്ലേ വേക്കൻസി ഒക്കെ ഫുൾ ആയിക്കാരം. അപ്പോൾ ഇന്നലെ ഒരാളോ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ഒരാളോ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേക്കൻസി ഫുൾ ആയിക്കാരം. ചിലപ്പോൾ ഇന്നേക്കാരം നമുക്ക് അടുത്തൊരു പ്രൊജക്റ്റ് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ കുറച്ച് ടീമിനെടുത്ത് നമ്മൾ ചിലപ്പോൾ ട്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു 6 മാസം മുന്നേ തന്നെ ആളുകളെ ഹയർ ചെയ്യാറുണ്ട്. അപ്പൊ അക്കൗണ്ട്സും ബാങ്കിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ടീമിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു ലൈൻ ഇങ്ങനെ കാണിച്ചു പോവാം അല്ലേ? ഡിഫറെന്റ് മോഡൽസിന്റെ ഒരു കളക്ഷൻ ആണുള്ളത്. അവിടെ നമുക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള അടുത്ത വേറെ കളക്ഷൻസ് കാണിക്കാം. അതെ, പിന്നെ താഴെ അതിലും വലിയ പ്രീമിയം സാധനങ്ങൾ താഴെ കിടക്കുന്നുണ്ട്. ഇപ്പൊ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് അവിടെ ചെന്ന് കാണിച്ചിട്ട് പറഞ്ഞാൽ മതി അല്ലേ? എന്നാ അങ്ങനെ ആക്കാം. ഇന്ന് നമുക്ക് മിനി കൂപ്പറിൽ തുടങ്ങാം. ഒരുപാട് ഫാൻസില്ല വണ്ടിയാണ് അല്ലേ? എന്നാ പറഞ്ഞു കൊടുക്കുക, ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. കൂപ്പർ 2021 മോഡലില് 22 രജിസ്ട്രേഷനില് 22,000 കിലോമീറ്റർ ഓടിയ വെഹിക്കിള്, സെക്കൻഡ് ഓണർഷിപ്പില് കൂപ്പർ എസ്. മിനി കൂപ്പർ ആളുകൾ പറയും ഈ ഒരു ബഡ്ജറ്റിലുള്ള വെഹിക്കിൾ ഉണ്ടോ, ഇപ്പൊ ഒരു 45 ലക്ഷം രൂപ കൊടുത്തിട്ട് എടുക്കാനുള്ള മുതൽ മിനി കൂപ്പർ ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ആ കസ്റ്റമർ സ്വാഭാവികമായിട്ടും പറയുന്നത് വെച്ചാൽ നമ്മളൊരു 60 ലക്ഷം റുപ്യ എടുത്താണ് ഇപ്പൊ നമ്മൾ ഫോർച്യൂണറോട് ഓട്ടോമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചൊരു ഇത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഫോർച്യൂണറിനെ കുറ്റം പറയുന്നത്. ഫോർച്യൂണർ ഒരുപാട് ഫാൻസ് ഉണ്ട്. കാറ്റഗറൈസ് ഇതൊരു പ്രീമിയം സെഗ്മെന്റ് ആയി കാണാൻ ക്യൂട്ട് ഉണ്ട്. മിനിയുടെ പർപ്പസ് മിനിയിൽ മാത്രമേ നടക്കുള്ളൂ. ഫോർച്യൂണറിന്റെ പർപ്പസ് ഫോർച്യൂണറിലേ നടക്കുള്ളൂ. ഞാൻ എപ്പോഴും അടിയേക്കാം. അതായത് ഇതൊക്കെ ഒരു വണ്ടി പ്രാന്തന്മാരുടെ പോയിന്റ് വ്യൂവിൽ നോക്കുമ്പോഴേക്കാട്ടോ. ഇതൊക്കെ അംദാനോട് പറഞ്ഞ അംദാൻ ചിലപ്പോൾ ഇവിടുന്ന് പിടിച്ച് താഴത്തേക്ക് കൊടുക്കും. കാരണം അംദാന് ഫോർച്യൂണർ ക്രിസ്റ്റ എന്നൊക്കെ പറഞ്ഞ ജീവനാണ്. അതാണ്. അപ്പൊ ഇതിനകത്ത് ഇത് ഐ ക്യാച്ചറാണ്. അതെ, ഈ മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ മിനി ഓടിച്ചു പോകുന്ന ആളുകൾ പെട്ടെന്ന് അഫ്സിൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോർച്യൂണർ പോകുമ്പോൾ മൈൻഡ് ചെയ്യാന്നുള്ളതല്ല. ഈ മിനി ഓടിച്ചു പോകുമ്പോൾ ആളുകൾ
ജസ്റ്റ് ഒന്ന് ഒരു ഐ ക്യാച്ചർ ആണ്. ഞാൻ ഇവന് കാര്യം പറയട്ടെ, ഇവന് പണ്ട് മുതലേ ഓന്റെ നോട്ടങ്ങൾ ഇതിമക്കാണ്. ഈ ഓടി R8 ഇവൻ തപ്പിപ്പിടിച്ചുണ്ടാക്കിയതാണ്. ഇപ്പോഴത്തെ ഒരു വണ്ടി എനിക്ക് ലിസ്റ്റ് ഇട്ട് വന്നേക്കണ്, പറയണോ, ലംബോർഗിനി അധികം വൈകാതെ ചിലപ്പോ അതെ ഇതൊക്കെ ഇതിന്റെ ബാക്ക് പോയി തപ്പി പിടിച്ച് റെഡിയാക്കി വന്ന് ഓന്റെ പേരിൽ തന്നെ R8 നമ്പർ ആക്കിക്കണ്. ആ R8 ഇപ്പൊ കുറച്ച് ദിവസം ഇവിടെ ഷോറൂമിൽ ഉണ്ടായിരുന്നല്ലോ, അത് കംപ്ലീറ്റ് വേറെ മോഡലിക്ക് മാറ്റിയിട്ടാ വണ്ടി വരുന്നത്. ഞങ്ങളെ സെറാമിക്കിൽ കൊണ്ട് കാണിച്ചില്ലേ? കാണിച്ചു വന്നിട്ട് ഞാൻ ആദ്യം കണ്ടതിന് ശേഷം ആ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് റേസ് ചെയ്തോളൂ. വണ്ടി മാറി എക്സോസ്റ്റ് മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് ദിവസം നിർത്തിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും ലംബോർഗിനി വാങ്ങല്ലേ, R8 വേഗം കൊടുക്കാറുണ്ട്. അപ്പൊ ഓന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇങ്ങനത്തെ കൺസെപ്റ്റില് അപ്പൊ ഒരു വണ്ടിനെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റു വണ്ടിനെ ചെറുതാക്കി ആരും കാണരുത്. ആ വണ്ടിക്ക് ആ വണ്ടിൻ്റെതായ സ്ഥാനം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും മിനി കൂപ്പർ ഇപ്പൊ ഇത്ര വില എന്ന് പറയുമ്പോഴേ കഴിഞ്ഞ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഞങ്ങൾ നല്ല ഓഫർ പ്രൈസിൽ എത്ര 10-12 ലക്ഷം രൂപക്കും മിനി കൂപ്പർ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പൊ ഇത്രയും വണ്ടികൾ നിങ്ങൾ കാണിച്ചല്ലോ, 80 ലക്ഷം, 1 കോടി, അല്ലെങ്കിൽ പിന്നെ 60 ലക്ഷം 70 ലക്ഷം എന്നൊക്കെ. നിങ്ങൾക്ക് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു 15 ലക്ഷം രൂപ മുതൽ വാങ്ങിക്കാൻ പറ്റിയ വെഹിക്കിൾസ് നമ്മളത് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രീമിയം വാഹനം ഇപ്പോൾ S ക്ലാസ് കാണിച്ചു, അപ്പോൾ ആ വണ്ടിക്ക് എത്ര പറഞ്ഞാൽ 44 ലക്ഷം രൂപ. ഈ വണ്ടി ഇപ്പോൾ പുതിയത് വാങ്ങണമെങ്കിൽ 2 കോടിൻ്റെ മേലെ വരും. അപ്പോൾ അത്ര വില വരുന്ന ഒരു വണ്ടിൻ്റെ ശരിക്കും 4 അലൈവിലും ടയറും മാറാൻ തന്നെ ഒരു 10-15 ലക്ഷം രൂപേൻ്റെ ഇടയിൽ വരും. ബ്രാൻഡ് ന്യൂ വണ്ടിൻ്റെ ആട്ടോ ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ സെക്കൻഡ്സിൽ തന്നെ S ക്ലാസിൻ്റെ ഒറിജിനൽ കമ്പനി പിന്നെ വീലും ടയറൊക്കെ മാറണമെങ്കിൽ 10 ലക്ഷം റുപ്യ വരും. ആ പ്രൈസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ 2 ലക്ഷം റുപ്യേൻ്റെ സർവീസ് വരുമ്പോൾ കരയരുത് അല്ലേ. അത് ഓടിച്ച് കൊണ്ടടക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 15 ലക്ഷം രൂപ മുതൽ വണ്ടി നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇപ്പൊ ഞങ്ങളടുത്തേക്ക് വണ്ടി എടുക്കാൻ വരുന്നവരോട് പറയും, ഈ കാറ്റഗറി വണ്ടി എടുക്കാൻ വരുന്നവർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല. ഷോറൂം വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉണ്ടാവും. വാഹനങ്ങൾ നമ്മളതിൽ എങ്ങനെ എത്തുന്ന വെച്ചാല് നമുക്കിപ്പോ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരത്തിനുണ്ടാവും. ഇപ്പൊ ഒരു S ക്ലാസിന്റെ പുതിയ മോഡൽ വാഹനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അതിന്റെ മുന്നത്തെ S ക്ലാസ് എക്സ്ചേഞ്ച് ചെയ്യാണ്ടാവും. നമുക്കത് എക്സ്ചേഞ്ച് എടുക്കൽ നിർബന്ധമാണ് അല്ലേ. അതേപോലെ ഇപ്പൊ ഇന്നലെ ഒരു വാഹനത്തിൽ ഒരു CLA എക്സ്ചേഞ്ച് എടുത്തു അല്ലേ. അതേപോലെ ഒരു പഴയ മോഡൽ BMW 5 സീരീസ് നമ്മൾ എക്സ്ചേഞ്ച് എടുത്തു. നമ്മളെല്ലാ വാഹനങ്ങളും എക്സ്ചേഞ്ച് എടുക്കും. ആ എക്സ്ചേഞ്ച് എടുക്കുന്ന വാഹനങ്ങളിലും നമുക്ക് കുറച്ച് എത്തിക്സ് ഉണ്ട്. അതായത് മേജർ ആക്സിഡന്റ്, ഫ്ലഡ് പെട്ടത്, അങ്ങനത്തെ നമ്മളെ ഭാഷ പറഞ്ഞ ചെടാപ്പ് വണ്ടികളെ എടുക്കൂല. എന്നൊരു ആവറേജ് ഒരു 65-70% ക്വാളിറ്റിയിലെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്ചേഞ്ച് എടുക്കും. അത് കൊടുക്കുമ്പോൾ നമ്മളത് ആ ഒരു പ്രൈസിംഗിലായിരിക്കും കൊടുക്കുക. അതിന് നമുക്ക് സഫാരി കാർസിന്റെ വാറണ്ടിയോ ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല. അത് സെപ്പറേറ്റ് തന്നെ നമ്മളത് എഴുതി നോട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് തരും. പക്ഷെ ചീപ്പ് റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പൊ എല്ലാ മോഡൽ കാറ്റഗറി വണ്ടികളുണ്ട്. മിനി കൂപ്പറിന്റെ പ്രൈസ് പറഞ്ഞോ? മിനി കൂപ്പറിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 45 ലക്ഷം രൂപ. ഇതിന് 2020 സിംഗിൾ ഓണർ BMW 320D ഡീസൽ വണ്ടി. ഇത് ആസ്കിംഗ് റേറ്റ് 33.5 ലാക്സ്. 33 ലക്ഷം രൂപ. മസ്റാട്ടി ഇവന് അതെ ആകെ ചേട്ടൻ പറയണോ അല്ലേ. അതെ അടിപൊളി മുതലാട്ടത്. ഇതിനെ പറ്റി നമുക്കൊരു കാര്യം ചെയ്യാം. ഡിഫൻഡറിനെ പറ്റി പറഞ്ഞ പോലെ ഒരു സിംഗിൾ റിവ്യൂ അല്ലേ സൽമാനോ? സൽമാൻ ഞാൻ കൊച്ചിയിൽ വന്നാൽ സൽമാൻ കുടുങ്ങി. രാവിലെ വൈകുന്നേരമൊക്കെ വീഡിയോ കാരം. പക്ഷെ ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് വന്നത് അല്ലേ. കുറേ ദിവസമായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല. കരുവാൻ്റെ നിന്നൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയൊരു സിംഗിൾ റിവ്യൂ, ഇതിൻ്റെ എല്ലാ കഥയും പറയാനുണ്ട് അല്ലേ. അതായത് മസ്റാട്ടിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതേക്കാരം. എങ്കിലും നമ്മളെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ കുറച്ച് സാധനങ്ങൾ വരാണ്ടാവും. അതായത് നമ്മുടെ വീഡിയോയിലൊക്കെ പറയാം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ അങ്ങോട്ട് ഇങ്ങോട്ട് അതിൻ്റെ മാർക്കറ്റ് വില കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അതെ തീർച്ചയായിട്ടും. അടുത്ത വണ്ടി BMWന്റെ 5 സീരീസ്. 5 സീരീസിലെ LCI മോഡൽ 2010 മുതലാണ് F10 5 സീരീസ് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. ആ സ്റ്റാർട്ടിംഗ് വെച്ച് 2013 ശേഷം LCI മോഡൽ പറഞ്ഞിട്ട് B47 എഞ്ചിനാണ് ഒരു വെഹിക്കിൾ ഇറങ്ങി. ഏറ്റവും നല്ല 5 സീരീസ് ഇറങ്ങിയിട്ട് നല്ല എഞ്ചിനാണ് ഈ വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1 ലക്ഷം കിലോമീറ്റർ ഓടി ഫുൾ ഷോറൂം മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ്. എന്നാലും നമ്മൾ ആസ്കിംഗ് റേറ്റ് വരുന്നത് 22 ലക്ഷം രൂപ. 22 ലക്ഷം രൂപ അല്ലേ. അതിന് അടിപൊളി ഒരു 5 സീരീസ് എടുക്കാൻ പറ്റും. അടുത്തതായി ഈ ക്ലാസ് ലോങ് വീൽ ബേസ്. അടുത്തതായി മെർസിഡീസിന്റെ GLC, Audi Q5 ഉണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ന്യൂ ഷേപ്പിൽ വരുന്ന നിങ്ങൾ ആ കണ്ട Q7 ഉണ്ടല്ലോ ഫ്രണ്ടിൽ നമ്മൾ 85 ലക്ഷം ഒക്കെ പറഞ്ഞ Q7 അതേ ഒരു ഫീൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ 7 സീറ്റർ അല്ല. അടിപൊളി മൈലേജ് ആണ്. അതാണ് ഇതിന്റെ എടുത്ത് പറയേണ്ടത്. സർവീസ് കോസ്റ്റ് അത്രമാത്രം ഹൈ എൻഡ് ഒന്നും അല്ല. മിനിമലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് എത്ര മോഡല്? 2018 മോഡല് 19 രജിസ്ട്രേഷനിൽ പ്രീമിയം പ്ലസ്.
അതായത് അത്യാവശ്യം നല്ല മോഡലുണ്ട്. മോഡലാണ്. നിങ്ങൾ വന്ന് നോക്കി ഇതെല്ലാം കൊണ്ട് പഠിച്ചിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ അസിമോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവന്റെ കോമ്പറ്റീറ്റർ X5 GLE അല്ലേ ഒക്കെയാണ്. ഇത് PY03 ആണ്, മാഹി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു X5 GLE ഒക്കെ 2018-19 എടുക്കണമെങ്കിൽ എന്തായാലും 40 രൂപന്റെ മേലെ വരും. 50-55 ലക്ഷം രൂപ തന്നെ വരും. 40 ലക്ഷം രൂപന്റെ മുകളിലോട്ട് നോക്കിയാൽ മതി. ഈ വണ്ടി നമുക്ക് എത്ര കൊടുക്കാം? ഒരു 29.5 ലക്ഷം രൂപക്ക് നമുക്ക് 29,50,000 രൂപക്ക് നമുക്കിത് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഇതിൽ ഇനി ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, ഫൈനൽ പ്രൈസാണ്. നമ്മൾ ഏകദേശമൊക്കെ വാഹനങ്ങൾക്ക് ഫൈനൽ പ്രൈസാണ് ആസ്ക് ചെയ്യാറ്. ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്താറുണ്ട് അല്ലേ. അടുത്തതായി റേഞ്ച് റോവറിന്റെ ഇവോക്ക് നമ്മൾ മുന്നിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ. അതേപോലെ വോൾവോന്റെ XC90. ഇത് XC90 എടുക്കേണ്ട ആൾക്കാർ ഒന്നും ചിന്തിക്കണ്ട, ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ഓണർ ഇപ്പൊ ഡീസൽ വണ്ടി ഇപ്പൊ കിട്ടാനില്ല. ഡീസൽ വണ്ടിയാണ്. ഡീസലില് ഒരു കിഡിലെ SUV കേട്ടോ. വോൾവോനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടന് കുറെ പറയാനുണ്ട്. ഇനി ടെക്ക് പറയും. ചേട്ടന് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് വോൾവോ. വേൾഡ്. അതെ. ഇപ്പൊ അറബ്സ് ഒക്കെ എല്ലാ വണ്ടികളും ഉപയോഗിക്കണമെങ്കിലും അറബ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സേഫ്റ്റി നോക്കുന്ന അറബ്സ് ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് വോൾവോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ആഗ്രഹിക്കുന്ന ആൾക്ക് വോൾവോ. അടുത്തതായി മെർസിഡീസ് ബെൻസിന്റെ GLE 350. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികൾ പറയുകയാണെങ്കിൽ നമുക്ക് സൽമാനെ കാണിച്ചോളൂ, നമുക്ക് ഇങ്ങനെ ഇറങ്ങാം അല്ലേ. വണ്ടികൾ ഒരുപാട് നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നിങ്ങളടുത്ത് വണ്ടികൾ ഏത് കൊടുക്കാണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യും. ഇപ്പൊ താർ റോക്സ് ഇവിടെ ഉണ്ട് അല്ലേ. അത് നമ്മളെ സ്വന്തം ആളെ വണ്ടിയാണ്, നമ്മളൊരു അടുത്ത ആളെ വാഹനമാണ്. അയാൾ പുതിയതെടുത്ത വാഹനമാണ്. മൂപ്പര് അത് വിൽക്കാൻ വേണ്ടി നമ്മളെ പാർക്കാൻ സെയിലിന് ഏൽപ്പിച്ചതാണ് അല്ലേ. അതായത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താർ റോക്സ് ആർക്കെങ്കിലും ആണെങ്കിലും വൈറ്റ് കളറിലും ആണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വണ്ടി വിൽക്കണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യും. നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും, നമുക്ക് പാർക്ക് ആൻഡ് സെയിൽ ഫെസിലിറ്റി ഉണ്ട്. ഒരുപാട് വാഹനങ്ങൾ അല്ലേ. അതേപോലെ Audi R8 ഇവിടെ എത്തിക്കണല്ലോ. Audi R8 ഇവിടെ കൊടുക്കുന്ന അസിമം പാത്തച്ചേക്കാണ് അല്ല. ഇത് ഏകദേശം നമുക്കേ ഏകദേശം ഒരു സംസാരം നടക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും Audi R8 ഇങ്ങനത്തെ സ്പോർട്സ് കാറ്റഗറിയിൽ വണ്ടി കൊടുക്കാണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. എനിക്കും കുറച്ച് അങ്ങനെ. പക്ഷെ ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇതിന് പ്രത്യേകത എന്താ അറിയോ, ഇത് ഞങ്ങൾ പണ്ടൊരു ജീപ്പ് കൊടുത്തു. അതായത് ഇതൊക്കെ വണ്ടി ഭ്രാന്തന്മാരല്ലേ. ജീപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് കൊണ്ടുപോയി വർക്ക് ചെയ്തേ, കംപ്ലീറ്റ് 4 വീൽ ഡ്രൈവ്, പവർ സ്റ്റാരിങ്, ഓപ്പൺ AC, ഓപ്പൺ ജീപ്പ്, അലോയ് വീല്, കിടിലം വണ്ടി ചേട്ടാ, കിടിലം വണ്ടി. ഇത് ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിച്ച് ഒരു പിന്നെ ഇതാണല്ലോ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആരെങ്കിലും വന്ന കച്ചവടം മൈൻഡ് ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ വന്നു ചെറിയ ലാഭം പറഞ്ഞു ഞങ്ങൾ കൊടുത്തു, വണ്ടി കൊടുത്തു. ഒരു 4-5 പ്രാവശ്യം ഞാൻ അംതാനെ കൊണ്ട് അയാളെ വിളിപ്പിച്ചാണ് വണ്ടി ഇങ്ങോട്ടെ തരുമോ വെച്ചിട്ട്. അവരും തരുന്നില്ല, വണ്ടി ഇനി കിട്ടാനുമില്ല. അപ്പോൾ ചില വണ്ടി അങ്ങനെയാണ്. അതേപോലെയാണ് ഈ Audi R8 V10. കേരളത്തിൽ ഇത്രയും ഇപ്പം നമ്മൾ വീഡിയോ ചെയ്തല്ലോ, ഒരാൾ പോലും എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി, ഒരാളെടുത്ത് പോലും ഈ വണ്ടി ഇല്ല. 1 of 1 ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് V10. 1 and only. അതായത് V10 ചിലപ്പോൾ ഉണ്ടാവും, സ്പൈഡർ ഉണ്ടാവില്ല. അതായത് ഇത് നമുക്ക് റൂഫൊക്കെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി ഉണ്ടാവില്ല, കൺവേർട്ടബിൾ ഉണ്ടാവില്ല. പിന്നെ ഈ വണ്ടിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്നോ, ചില ടൈമിൽ ഇന്നലെ അസ്മോനോട് പറയാം, ലംബോർഗിനിൻ്റെയിലാറ് ലുക്കാണ് ചില ഭാഗത്തുനിന്ന് ഈ വണ്ടി നോക്കുമ്പോൾ. അത് ഈ സ്പോർട്സ് കാറിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ഒരാളിനോട് വന്നിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. Audi R8ന്റെ അത് ഈ ഒരു ഷേപ്പിൽ ഫസ്റ്റ് ഈ ഒരു ജനറേഷനിൽ വന്ന വാഹനം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ അത് മാത്രമല്ല, ഇതിന് വേറെ പ്രത്യേകത. ഇതിനിപ്പോൾ ഒരാൾ വന്നിട്ട് വില വെക്കുമ്പോൾ ഞാൻ പറയാണ് ഇത് 1.5 കോടി റുപ്യ പറഞ്ഞാൽ അയാളത് നോക്കൂല. 1.5 കോടിയോ ഇത് 2 കോടി പറഞ്ഞാലും ആൾക്കാർക്ക് ഇതിന്റെ വിലയെ മനസ്സിലാവില്ല. നമ്മൾ ഫസ്റ്റ് വില ഔട്ട് ചെയ്തില്ലേ, അന്ന് എന്നോട് ഒരാൾ പറഞ്ഞു നിങ്ങൾ വില ഇട്ട് കൊടുത്ത് പാലിക്കണേ അല്ലേ, വില കുറവാ. പിന്നെ അതിനുശേഷം നമ്മൾ ഈ വണ്ടിയിൽ ഒരു 5-8 ലക്ഷം റുപ്യ ചെലവാക്കിട്ടോ, അത് വേറെ കാര്യം. കേരള രജിസ്ട്രേഷൻ നമ്പർ എടുത്തു, അലൈവിയിൽ കളർ ചെയ്തു അല്ലേ, പിന്നെ സെറാമിക് ചെയ്തു, കാർബൺ ഫൈബറിന്റെ ടിപ്പ് ചെയ്തു അല്ലേ, പിന്നെ എക്സോസ്റ്റ് സൗണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താ. ഏതായാലും ഈ വീഡിയോയിൽ ഇങ്ങനെ വ്ലോഗ് ആണല്ലോ, നിങ്ങളത് കേക്ക് ഇതിന്റെ സൗണ്ട്, ആ സൗണ്ട് ചെയ്തു. ഇത്രയും പൈസ ചെലവാക്കിയിട്ടാണ് ഇപ്പൊ. അതെ, അടിപൊളിയാണ്. ഇനി ഇത് ഇവിടെ അല്ലേ, നമ്മളെ അവിടെ കയറ്റി അല്ലേ, ഇതൊരു സംസാരം നടക്കുന്നുണ്ട്. അടിപൊളി കളർ. പിന്നെ സ്പോർട്സ് കാറിലൊക്കെ ഈ കളർ വേണം. നിങ്ങൾ സൗണ്ട് കേട്ടോളിട്ടോ, ഞാൻ ഇവിടെ വെക്കാം. പോലെ സൗണ്ട് ഉണ്ടോ, റേസ് ആയിക്കാ. ഇതേ വേറെ കാര്യമുണ്ട്, ഒരു വണ്ടി ഒരു ഇൻഫർമേഷനും പാടെ തരാം. ഈ സ്പോർട്സ് കാറ്റഗറി വണ്ടിയൊന്നും
സ്റ്റാർട്ട് ചെയ്ത ഉടനെ റേസ് ചെയ്യാൻ പറ്റൂല. ഇപ്പം നമ്മൾ ചില കസ്റ്റമറൊക്കെ യാർഡിൽ വരുമ്പോഴേ നമ്മൾ ചാവി തരും അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് പോട്ടെ എന്ന് പറയുമ്പോൾ ചില വണ്ടികൾ നമ്മൾ ഒന്ന് ഇതാവും. അതായത് ഞങ്ങളോട് ദേഷ്യം വരരുത്. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് കൂളിംഗ് പീരീഡ് കൊടുത്തിട്ടേ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുള്ളൂ. ചില കസ്റ്റമർ സ്റ്റാർട്ട് ചെയ്യുക ആക്സിലേറ്റർ കൊടുക്കുക. ഇത്രയും വലിയ എഞ്ചിനല്ലേ, അതിൻ്റെതായ സമയം കൊടുക്കണം. ഇതിൻ്റെ റൂഫ് ഒന്ന് ഓണാക്കി കാണിച്ചു കൊടുക്കും. അതായത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ R8-ന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമുക്ക്. ഇതൊക്കെ ചെയ്യാന്ന് പറയില്ല, അത് നടക്കുമോ സൽമാനോ? ഇല്ലേ, പൊളിക്കണം നമുക്ക്. അടിപൊളിയായിട്ട് ചെയ്യാണ്ടത്. ഓ, ഇതിന്റെ റൂഫ് ഓപ്പൺ ആക്കിയിട്ട് റോട്ടിലൂടെ പോണം. അടിപൊളിയാ. ഞാൻ ഒരു ദിവസം രാത്രി ഈ വണ്ടി എടുത്ത് ഇങ്ങനെ പോയി, ബൈക്കുമ്പോ പോണോലൊക്കെ വീഡിയോ എടുക്കാണ്. ഇതിന്റെ പ്രസൻസ് ഇല്ല. അതിന് ഇതിന്റെ ഇരട്ടി വിലയിലെ വണ്ടി വാങ്ങിയിട്ടും കാര്യമില്ല, ഇതിന്റെ റോഡ് പ്രസൻസ് കിട്ടൂല. അയ്യവാ, ഇതാണ് ഇതിന്റെ ലുക്ക് അല്ലേ. ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് ഷോട്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആരെങ്കിലും കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക അല്ലേ, നമുക്ക് ഇനി ആവശ്യമുണ്ട്. അതേപോലെ സ്പോർട്സ് കാറ്റഗറിയിലുള്ള വാഹനങ്ങളൊക്കെ, അതേപോലെ സ്പെഷ്യൽ വാഹനം കാണിച്ചു കൊടുക്കാം നമുക്ക് അല്ലേ. ഇത് നമ്മളൊരു സുഹൃത്തിന്റെ സുഹൃത്ത് കൊടുന്നതാണ്. അദ്ദേഹത്തിന്റെ വണ്ടിയാണ്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല അല്ലേ. അദ്ദേഹം നമ്മളെ പാർക്കാൻ സെയിലിന് ഏൽപ്പിച്ചതാണ്. ഒരു അടിപൊളി മുതലാട്ടത് ഹയാസ് വെഞ്ചുറി അല്ലേ. ചില വാഹനങ്ങളെ വിൽക്കാൻ വരുമ്പോൾ ഞങ്ങൾക്കത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ വില പറഞ്ഞാലും ചിലപ്പോൾ അത് കിട്ടൂല. ചിലപ്പോൾ ചെറിയ പ്രൈസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, വർധനവുണ്ടാവും. ചോദിക്കുക, അവർക്ക് ആ വില കിട്ടേണ്ടി വരും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് വാക്ക് ഇൻ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് സെല് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ സഫാരി കാർസിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് ഇന്റെ വണ്ടിയാണ് പറഞ്ഞ് വരാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ കയറിയ പിന്നെ ഞങ്ങളെ വണ്ടിയാണ്, പിന്നെ ഞങ്ങൾ കച്ചവടം ചെയ്യും അല്ലേ. ഉണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഓല് കൊണ്ടുവന്നിരുന്ന പോലെ ആവില്ല, നമ്മൾ വണ്ടി ഇവിടെ വെക്കുക, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ കുട്ടികളെ നോക്കി അതിന് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് വണ്ടികളുടെയും ബോണറ്റ് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ കൊണ്ടുവന്നപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഡെയിലി 2 നേരം നിറയുന്ന പോലെ വാഷ് ചെയ്യുന്നുണ്ട്. മോർണിംഗിൽ കംപ്ലീറ്റ് ക്ലിയർ ആക്കും, ഈവനിംഗിൽ ഒരു 4 മണി 5 മണി ആകുമ്പോൾ ക്ലിയർ ആക്കും. ഈ അടുത്ത് കോട്ടക്കിന്റെ ഇന്ത്യയുടെ ഹെഡ് ഇവിടെ വന്നിരുന്നു. ഇന്ത്യയുടെ ഹെഡ്, കോട്ടക് ഇന്ത്യയുടെ ഹെഡ് മിസ്റ്റർ ഇവിടെയുള്ള ആളാണ്, മിസ്റ്റർ മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, തൃശ്ശൂരുള്ള ആളാണ്. അദ്ദേഹം വന്ന് ഈ ഷോറൂമിൽ എല്ലാം കാണിച്ചു കൊടുത്തു. ഈ റിയലി ഇംപ്രസ്ഡ്. അതിന്റെ 2-3 ബോണറ്റ് പൊക്കി നോക്കിയിട്ട് പറഞ്ഞു, ഡീലർഷിപ്പിൽ പോലും ഇതിപ്പോ വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടി പറയല്ല, ഡീലർഷിപ്പിൽ പോലും ഇത്ര വൃത്തിയായിട്ട് വണ്ടികൾ സൂക്ഷിക്കുന്നില്ല. അത് നമ്മൾ വാക്കാലെ പറയല്ലോ, പറയുന്നതും പ്രവൃത്തി ഒന്നാണ്. നിങ്ങൾക്ക് എനി ടൈം സ്വാഗതം, വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതിയല്ലോ. ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടികൾ വിൽക്കാനും വാങ്ങാനും ഞങ്ങളെ സമീപിക്കാം. ഞാൻ BNIയിൽ ഫസ്റ്റ് മീറ്റിങ്ങിന് പോവാണ്. അന്ന് ഞാൻ ഇതാ പറഞ്ഞിരുന്നത് 30 സെക്കൻഡ് കൊണ്ട് അവതരണം കഴിയണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടവാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഞങ്ങളെ സമീപിക്കാം, സഫാരി കാർസ്. വേറെന്ത് അത് പിന്നെ ഇതൊക്കെ ബോർഡുമൊക്കെ കണ്ടിന്യാ. ഇത് എന്നിട്ടേ അത് 4 വർഷം മുന്നേ അല്ലേ, ഇപ്പൊ വൻകിട കമ്പനീന്റെ ബോർഡുമൊക്കെ ഉണ്ടത്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പോവാം. 2012 മോഡൽ 13 രജിസ്ട്രേഷനിൽ ഹയാസ് വെഞ്ചുറി. ഇത് ഹയാസിനെക്കാളും കുറച്ചൊരു കോമ്പാക്ട് ആയിരിക്കും വണ്ടി, അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഫുള്ള് ഇന്റീരിയർ കംപ്ലീറ്റ് DC മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. 11 സീറ്റാണ് വരുന്നത്, അത് 4 സീറ്റർ ആക്കിയിട്ടുണ്ട്. ഫുള്ള് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്ത് AC മൊത്തം സിസ്റ്റം ഉണ്ട്. പെട്രോള് ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കുറഞ്ഞ മെയിൻ്റെനൻസിൽ ഉപയോഗിക്കാം നമുക്ക്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, പെട്രോളിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആവുന്നുണ്ട്. ഗിയർ ബോക്സ് ഒന്നും വലിയൊരു പ്രശ്നമല്ലാതെ ഉപയോഗിക്കാം. പിന്നെ ഇനി ദുബായ്ക്കാരും സൗദിക്കാരും പ്രവാസികളും ഞാൻ പച്ചക്കറി വാങ്ങാൻ പോണ വണ്ടിയാണ് കമന്റ് ചെയ്യണ്ട. അത് അവിടെ അല്ലേ, ഇവിടെ ഇത് പ്രീമിയം വണ്ടിയാണ്, ഇത് വളരെ റയറാണ്. അതിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കോമൺ ഒരു മീറ്റിംഗ് വരെ നടത്താം. അതായത് ടേൺ ടേബിൾ വെച്ചിട്ട് 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഞങ്ങളെ കാണിക്കാം. എനിക്ക് ഇത് ലാൻഡ് ക്രൂസറും പ്രാഡൊക്കെ കാണിക്കാൻ പേടി. അപ്പോൾ കാണിച്ചാൽ അപ്പം പറയും കമന്റ് ബോക്സിൽ പ്രവാസികളുണ്ടാവും. പക്ഷെ അവിടെ ഒത്തിരി വണ്ടികളല്ലേ. പക്ഷെ ഇപ്പൊ ഒരു ലാൻഡ് ക്രൂസർ ഗൾഫിലൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അല്ല 1 കോടിന്റെ ഉള്ളിൽ 75-80 ലക്ഷം രൂപക്ക് എന്ത് ചെയ്യാൻ പറ്റും, LC വാങ്ങിക്കാൻ പറ്റും. ഇവിടെ 3 കോടി രൂപ വരെ വില വരെ. ലാൻഡ് ക്രൂസർ പറഞ്ഞപ്പോൾ 2 ലാൻഡ് ക്രൂസർ നമ്മളടുത്ത് കളക്ഷനിലുണ്ട് കേട്ടോ. 2 സ്റ്റോക്ക് വരാണ്ട്, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. ബ്ലാക്കിനെ ഇഷ്ടപ്പെടുന്നവർക്കും വണ്ടിയുണ്ട്, വൈറ്റിനെ ഇഷ്ടപ്പെടുന്നവർക്കും വണ്ടിയുണ്ട്.
അതും നിങ്ങൾ 3 കോടിയോ 2 കോടിയോ 2.5 കോടിയോ ഒന്നും വേണ്ട, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി ലാൻഡ് ക്രൂസറുകളാണ്. ഒരു ഷോറൂമിൽ കയറണുള്ളൂ, ഒരു 60 ലക്ഷം രൂപേൻ്റെ ബിലോ, ഒരു 50 ലക്ഷം 60 ലക്ഷത്തിൻ്റെ ഉള്ളിലായിട്ട് വാങ്ങിക്കാൻ പറ്റിയ 2 LC വരുന്നുണ്ട്. ചേട്ടൻ എന്നും വന്നാൽ ചോദിക്കും എന്നാ LC എന്താ എപ്പോഴാണ് വരുന്നത് അല്ലേ? വന്നതിന് ശേഷം LC ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വണ്ടി നമ്മൾ ഡെലിവറി കൊടുത്തല്ലോ. പക്ഷെ ഷോറൂമിലെ ഒരു 2 വണ്ടിയിൽ ഡിസ്പ്ലേ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം. കാരണം ചേട്ടനോട് ഓരോരുത്തർ വന്ന് എന്തോ പറഞ്ഞു എല്ലാവരും LC നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഷോറൂം ഒക്കെ നന്നായിട്ട്, പക്ഷെ എന്തുകൊണ്ട് LC ഇല്ല? ബാക്കി എല്ലാ വണ്ടികളും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. LC നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പണ്ട് നമ്മൾ എക്സിക്യൂട്ടീവിനെ ഒരാൾ കളിയാക്കി പോയത് ഓർമ്മയുണ്ടോ? നമ്മുടെ ഡിഫൻഡർ വന്നു റേഞ്ചർ റോവർ സ്പോർട്ടുമ്പോൾ ചാരി നിന്നിട്ട് അവനോട് ചോദിക്കാണ്, ഇത്രയും വലിയ പ്രീമിയം ഷോറൂം തുടങ്ങിയിട്ട് നിങ്ങളെന്താ ഡിഫൻഡർ ഒന്നും ഇല്ലാത്തത്? അപ്പോൾ അയാളെ കണ്ണിൽ ഡിഫൻഡറാണ് ഏറ്റവും പ്രീമിയം. കാരണം ഡിഫൻഡറിൻ്റെ 1 കോടി കൂടുതൽ അല്ലെങ്കിൽ 75 ലക്ഷത്തെ കൂടുതലുള്ള വണ്ടിമേ ചാരി നിന്നിട്ടാണ് പറയുന്നത് റേഞ്ചർ റോവർ സ്പോർട്ടാണ്. പക്ഷേ ഒരു വണ്ടി ഉണ്ടാക്കണ പേരാണത് അല്ലേ? ഡിഫൻഡർ അങ്ങനെ ട്രെൻഡിങ്ങിലാണ്. ആൾക്കാർക്ക് ഇനി റേഞ്ചർ റോവർ സ്പോർട്ട് വോഗിലും ഡിഫൻഡറിലും വന്നാലും ഈ കുട്ടികൾക്കും എല്ലാവർക്കും അറിയുന്ന വണ്ടി ഡിഫൻഡറാണ് അല്ലേ? പോപ്പുലറായി. പക്ഷെ എൽസിൻ്റെതായ അത് അതെന്തറിയോ, പ്രവാസികൾ വരുമ്പോ അവരെല്ലാം നോക്കിക്കണ്ടിട്ട് LC ഇല്ലെന്ന് ഫസ്റ്റ് ചോദിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് അവര് ചോദിക്കണം. അപ്പൊ ലാൻഡ് ക്രൂസർ ആരെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഞങ്ങൾക്ക് ഇതിപ്പോ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ 2009 10 മോഡലിൽ വന്ന വണ്ടി 2022 23 ഫേസ് ലിഫ്റ്റ് ചെയ്ത് 200 സീരീസിൽ വരുന്ന വണ്ടിയാണ്. നമുക്ക് 300 സീരീസിന് കസ്റ്റമർ റെഡിയിലുണ്ട്. അതേപോലെ 13 14 15 മോഡലൊക്കെ ലാൻഡ് ക്രൂസർ കൊടുക്കാണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യും. അതേപോലെ GLS 400 കൊടുക്കാണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്യണം. നമുക്ക് റെഡിയിൽ കസ്റ്റമർ ഉണ്ട്. അതേപോലെ തന്നെ ഡിഫൻഡർ കൊടുക്കാണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഡീസൽ 3 ലിറ്റർ ഡീസൽ ആരത്തേലും കൊടുക്കാണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യൂ അല്ലേ? ലോ കിലോമീറ്റർ ഓടിയ BMW 5 സീരീസ് വെരി ഗുഡ് കണ്ടീഷൻ. നിങ്ങൾ നാളെ അപ്പൊ തന്നെ എടുക്കും. അതെ, റെഡിയിൽ കസ്റ്റമർ ഉണ്ട്. നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കസ്റ്റമേഴ്സ്. നമുക്ക് എന്താ വെച്ചാൽ ഇത് കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് വാക്കിൻസ് എല്ലാ വെറൈറ്റി. അതേപോലെ BMW 620 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഇതൊക്കെ നമ്മളത്തെ റെഡിയിൽ കസ്റ്റമർ പെൻഡിങ്ങിൽ ഉള്ളതാണ്. ഇതേപോലെ തന്നെ കരുവാരകുണ്ടക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ വേണം. ചെറിയൊരു ഇൻസ്റ്റൻസ് ഉണ്ടായി. ഈ Audi Q3 ഒരു വണ്ടി, അതിന്റെ ഒരു ഓണർ പല സ്ഥലത്തും നോക്കി, വിറ്റിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു 45 ഡേയ്സ് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു. അയാൾ 30 ഡേയ്സ് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളിവിടെ വെച്ചു. 5 ദിവസത്തിനകം ഞങ്ങൾ കസ്റ്റമറുടെ വീട്ടിൽ കൊണ്ട് വണ്ടി ഡെലിവറി കൊടുത്തു. സെയിലായി. അയാളും ഹാപ്പി, എടുത്തോലും ഹാപ്പി, നമ്മളും ഹാപ്പി, എല്ലാവരും ഹാപ്പി. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് അല്ലേ? നമ്മൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി ടൊയോട്ട ഫോർച്യൂണർ, ക്രിസ്റ്റ, ഇന്നോവ, മഹീന്ദ്രൻ്റെ താറ്, ഇനിയിപ്പോൾ SUV ടൈപ്പിലുള്ള വാഹനങ്ങളൊക്കെ, ഇനിയിപ്പോൾ സെഡാൻ ടൈപ്പിലുള്ള ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യും. നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ താർ റോക്സ് ഉണ്ട്. അതേപോലെ കിയൻ്റെ ഈ വണ്ടികളൊക്കെ നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്ത് ഇനി കരുവാരകുണ്ടക്ക് വിടാനുള്ളതാണ്. അപ്പോൾ ഇനി വേറെ ഏതാ കാണിക്കാനുള്ളത്? ഇനി വണ്ടികൾ കാണിക്കാണ്ട് ബഡ്ജറ്റ് CL 2-3 വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. S ക്ലാസ് അത് പിന്നെ ഒരു 16 ലക്ഷം. എത്ര രൂപ കൊടുക്കാം ഫൈനല്? 15.25 ലക്ഷം രൂപ. 15,75,000 രൂപക്ക് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള 2012 മോഡല് പുതുപുത്തൻ ടയറും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല കണ്ടീഷനിലുള്ള വണ്ടി കേട്ടോ. ബാക്കിൽ റെഫ്രിജറേറ്റർ വരെ വരുന്നുണ്ട്. കൂൾ ബോക്സ്, ലെതർ ഒറിജിനാലിറ്റിയിലാണ് വണ്ടി വെക്കുന്നത്. അപ്പോൾ X ക്ലാസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അതേപോലെ GLAൻ്റെ AMG ലൈൻ ഉണ്ട്, പിന്നെ വോൾവോ S90 ഉണ്ട്, ഇവോക്ക് ഉണ്ട്, പോർഷെ കൈൻ ഉണ്ട്. ഒരുപാട് വണ്ടി കാണിക്കാണ്ട്. ഇനിയും കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ നീളും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പുതിയ അപ്ഡേഷനുമായിട്ടൊക്കെ നമ്മൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.